നമസ്കാരം, വെൽക്കം ടു ബി ടോക്സ്. അങ്ങനെ വളരെ നാടകീയമായിട്ടുള്ള സാറ്റർഡേ സൺഡേ എപ്പിസോഡ്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. സാറ്റർഡേ സൺഡേസിൻ്റെ പ്രൊമോസ് വരുമ്പോൾ ഭയങ്കര ആകാംക്ഷയോടെ കൂടിയിട്ടാണ് ആളുകൾ കാത്തിരുന്നത്. ഇന്ന് ലാലേട്ടൻ ഫയർ ആകും, അങ്ങനെയാവും, ഇങ്ങനെയാവും, എല്ലാ കള്ളന്മാരുടെയും എല്ലാ കള്ളത്തിനും പൊളിച്ചെടുക്കും, വേറൊരു ഹൗസായിട്ട് മൺഡേ മുതൽ മാറും എന്നൊക്കെയുള്ളതായിരുന്നു നമ്മുടെയൊക്കെ മനസ്സിൽ ഉണ്ടായിരുന്നത്. പ്രേക്ഷകരുടെ മനസ്സിലും ഈ പ്രമോ വരുമ്പോൾ ഉണ്ടായിരുന്ന കമൻറ്റ് സെക്ഷൻ കാണുമ്പോൾ ലാലേട്ടൻ ഫയർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രമോ ഈസ് നോട്ട് എ പ്രോമിസ് എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. നമ്മൾ പ്രമോയിൽ കണ്ടത് ഒന്നുമല്ല തിരിച്ച് നമ്മൾ ബിഗ് ബോസ് എപ്പിസോഡിൽ കണ്ടത്. പ്രമോയിൽ ഫയറിങ് ആയിട്ടുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ഭയങ്കര കൂളായിട്ട് അവിടെ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. ശരിക്കും പ്രമോയിലെ പോലെ ദേഷ്യപ്പെട്ട് അല്ലെങ്കിൽ അത്രയും സീരിയസ് ആയിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അങ്ങനെ ഇല്ല എന്ന് തന്നെ വേണം പറയാനായിട്ട്. അത്രയും ഫയറിങ് ആയിട്ടുള്ളൊരു പ്രമോ ആയിരുന്നു വന്നിരുന്നത്. പ്രേക്ഷകരെ ശരിക്കും ഒരു പ്രമോ തന്നു പറ്റിച്ചു എന്ന് തന്നെ വേണം പറയാൻ. അപ്പം എപ്പിസോഡ്സിലേക്ക് വരുവാണെങ്കിൽ സാറ്റർഡേ എപ്പിസോഡ് തന്നെ എവിഷൻ ഉണ്ടായിരുന്നു. ഈ തവണ സാറ്റർഡേ സൺഡേയിലും 2 എപ്പിസോഡ്സിലും എവിഷൻ ഉണ്ടായിരുന്നു. 2 പേര്, ശാരിക KPയും സരികയും പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് എവിഷൻസ് വേണം, എല്ലാ ആഴ്ച എവിഷൻസ് വേണം. ഈ വാഴകളായിട്ടിരിക്കുന്ന ഒന്നും മിണ്ടാതെ ഒളിച്ചും പാത്തും കളിക്കുന്ന പലരെയും പുറത്തേക്ക് വരണം എന്നുള്ള അഭിപ്രായത്തിൽ ഉള്ള ഒരു ആൾ തന്നെയാണ് ഞാൻ. പക്ഷേ നേരെ തിരിച്ചാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. കുറച്ചെങ്കിലും വാ തുറക്കുന്ന, കുറച്ചെങ്കിലും സംസാരിക്കുന്ന ചിലരെങ്കിലും പുറത്തേക്ക് വന്നു എന്നുള്ളതാണ്. സേഫ് കളിക്കുന്ന, ഞാനിവിടെയെങ്കിലും ഇല്ലേ എന്ന് പറഞ്ഞ് മറഞ്ഞു നടക്കുന്ന കുറേ ആൾക്കാരെ ഇപ്പോഴും അതിനകത്ത് ഇരിക്കുകയാണ്. എനിക്കറിയില്ല എന്താണ് പ്രേക്ഷകർ തീരുമാനിക്കുന്നത്. ബിഗ് ബോസിൻ്റെ എവിഷൻസ് പൂർണ്ണമായിട്ടും നടക്കുന്നത് പ്രേക്ഷകരുടെ അഭിപ്രായ പ്രകാരമാണ്, പ്രേക്ഷകരുടെ വോട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പം കുറച്ചെങ്കിലും ഇപ്പം ശാരികയാണെങ്കിലും അത്യാവശ്യം അവർ ഹോട്ട് സീറ്റ് എന്നൊരു സംഗതിയിൽ വെച്ചിട്ടാണ് അവിടെ മാർക്കറ്റ് ചെയ്യുന്നതെങ്കിലും അതിനെ അവർ നന്നായിട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. ആവശ്യമുള്ള പല കാര്യങ്ങളും അവർ പ്രതികരിച്ചിട്ടുണ്ട് എന്നുള്ളത്. സരികയാണെങ്കിലും അതെ, ഈ കഴിഞ്ഞ വീക്കിലൊക്കെ അവർ അത്യാവശ്യം നല്ല ഭൂമിലേക്ക് അല്ലെങ്കിൽ കാര്യങ്ങൾ തുറന്നു പറയാനും നിലപാടുകൾ പറയാനും ഒക്കെ ഉള്ളൊരു ഗെയിം പ്ലാൻ എടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ 2 ആളും പുറത്തേക്ക് വന്നു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഇനിയിപ്പം കുറച്ച് ദിവസം അവിടെ സൈലൻ്റ് ആകും എന്നുള്ളതാണ് തോന്നുന്നത്. ആദ്യത്തെ ദിവസം നമ്മൾ പ്രമോയിൽ കണ്ടിട്ടുള്ളത് ലാലേട്ടൻ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വന്ന് അവിടുത്തെ ഹൈജീൻ്റെ കാര്യം സംസാരിക്കുന്നു, അവരുടെ കഴിച്ച പ്ലേറ്റുകൾ എടുത്ത് വെക്കുന്നു എന്നൊക്കെ ഉള്ളതാണ്. അതിൽ പ്രമോയിൽ ഭയങ്കര ഫയറിംഗ് ആയിട്ടാണ് നമ്മൾ ഫീൽ ചെയ്തത്. പക്ഷേ എപ്പിസോഡിൽ വന്നപ്പം അവരെ പുറത്തേക്ക് നിർത്തുന്നു, ലാലേട്ടൻ വരുന്നു, അവിടെ എല്ലാം നോക്കുന്നു, കഴിച്ച പ്ലേറ്റ് ഉണ്ടായിരുന്നു, ഒരു വാഷ് ബേസിൽ കൊണ്ട് വെള്ളം ഒഴിച്ചിട്ട് ലാലേട്ടൻ പോരുന്നു ഒക്കെ ഉണ്ട്. അതിൽ ആ കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. പക്ഷേ ലാലേട്ടൻ സ്റ്റേജിൽ വന്നിട്ട് അവരോട് പറഞ്ഞത് ഭയങ്കര കൂളായിപ്പോയി. പക്ഷേ കുറച്ചും കൂടെ ഫയർ ചെയ്ത് പറഞ്ഞിരുന്നെങ്കിൽ ഹൈജീൻ്റെ കാര്യം അവർ പരസ്പരം സംസാരിക്കുന്നുണ്ട്. വൃത്തിയില്ല, അനുമോൾ നിരന്തരം പറയുന്നുണ്ട് ഈ ബോയ്സ് ബാത്റൂമിൽ പോയതിന് ശേഷം കൃത്യമായിട്ട് വെള്ളം ഒഴിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഈ എപ്പിസോഡ്സിലേക്ക് വന്നില്ല എന്ന് വേണം പറയാനായിട്ട്. വൃത്തിയുണ്ടോ, കുറച്ചൊക്കെ കുഴപ്പമില്ല കേട്ടോ, എന്നാലും നിങ്ങൾ മാനേജ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങ് കൂളാക്കി ആ സാധനത്തിനെ വിട്ടു. ഒപ്പം തന്നെയാണ് ഇപ്പോൾ ഇന്നലത്തെ എപ്പിസോഡിലാണെങ്കിലും നമ്മൾ കണ്ടിട്ടുള്ളത് ഈ പറയുന്ന ആര്യനുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ. ആര്യൻ ഈ കിച്ചണിൽ യൂസ് ചെയ്യുന്ന കത്തി എടുത്തിട്ട് താടി അടിക്കുന്നു. ഹൈജീൻ്റെ കാര്യം സംസാരിക്കുന്ന വ്യക്തികൾ, 24 മണിക്കൂർ ഹൈജീൻ്റെ കാര്യം സംസാരിക്കുന്ന ആൾക്കാർ അതെ കിച്ചണിലെ കത്തി എടുത്ത് താടി വടിച്ച കാര്യം ആരും അറിഞ്ഞിട്ടുമില്ല. അവിടെ സംസാരം വന്നപ്പോൾ അതിനെ വലിയ കാര്യമായിട്ട് എടുത്തിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ബേസിക്കായിട്ടും ശീലിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ബെഡ് വിരിച്ചിട്ടിട്ട് ആ റൂമിലേക്ക് പുറത്തേക്ക് പോരുക എന്നുള്ളതൊരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ എവിടെയാണോ ഉള്ളത് ആ സ്പേസിൽ നമ്മൾ കിടക്കുന്ന സ്പേസ് വൃത്തിയാക്കുക എന്നുള്ളത് അതുപോലും ചെയ്യാത്ത ആൾക്കാരാണ് അവിടെ ഉള്ളത്. എനിക്ക് തോന്നുന്നു ഇവരൊക്കെ ഭയങ്കര പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിലും പുറത്തും. അതുകൊണ്ടായിരിക്കും ഇതൊന്നും ചെയ്യാൻ അവർക്ക് അറിയില്ലാത്തത് എന്ന് തോന്നുന്നുണ്ട്. എന്നിരുന്നാലും അത്തരം കാര്യങ്ങൾ അവിടെ ചർച്ചയാവുന്നുണ്ട്. അതേപോലെ തന്നെ ഫയർ ആകുമെന്ന് ഞാൻ കരുതിയ മറ്റൊരു കാര്യമുണ്ട്. ഈ ശൈത്യ സ്റ്റോറി പറയുമ്പം ഈ ആര്യനും അതുപോലെ തന്നെ സരികയും അവരൊക്കെ ചിരിച്ചൊരു കാര്യമുണ്ട്. ചിരിച്ചിട്ടൊരു ബഹളം ഉണ്ടായി,
പിന്നെ അത് പരസ്പരം ചീത്തവിളിയായി, അങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ സംഭവിച്ചു. പക്ഷേ അതിനെയും വളരെ കൂളായിട്ടാണ് ഹാൻഡിൽ ചെയ്തത്. എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷെ അതിനെയും കൂടുതൽ കുറേ ആര്യൻ്റെതായിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ പറയുന്നു. അത് എനിക്ക് ഇമോഷൻ ബ്രേക്ക് ഡൗൺ ആയതാണ്, ഞാനത് വേറെ രീതിയിലേക്കായി പോയി, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ആരും പറയുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല സത്യത്തിൽ. പക്ഷേ അതിനെയും ഭയങ്കര കൂളായിട്ട് ഹാൻഡിൽ ചെയ്തു. അതിൽ അനീഷ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു പെൺകുട്ടി അവളുടെ ജീവിതാനുഭവം ഭയങ്കര സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നമ്മളിപ്പോൾ കാണാം, അനുമോളൊക്കെ ആണെങ്കിലും ചൈത്യയുടെ സ്റ്റോറി പറയുമ്പോൾ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നുണ്ട്. ഇപ്പം കേൾക്കുന്ന കുറച്ചെങ്കിലും മനസ്സാക്ഷിയുള്ള കുറച്ച് ആളുകൾക്ക് ഒന്ന് കണ്ണ് നനയാതിരിക്കില്ല, അങ്ങനെയാണ് അവർ ആ സ്റ്റോറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരാളുടെ ഇമോഷനെ ഈ രീതിയിലാണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്കറിയാം. ഇവരൊക്കെ റിയൽ ലൈഫിൽ ഇങ്ങനെയാണോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിലാണ് ഇവരുടെയൊക്കെ പ്രവർത്തനം. ശരിക്കും ഒരാൾക്ക് പെയിൻ വന്നില്ല, ആരും പറഞ്ഞ എക്സ്പ്ലനേഷനാണ്, എനിക്ക് ബോഡി പെയിൻ ഉണ്ടായിരുന്നു, അതിനെ ഇമോഷണലി ത്രൂ ആയതാണ് എന്ന് പറയുന്നുണ്ട്. ശരിക്കും നമ്മളൊക്കെ ലൈഫിൽ നമുക്കൊരു ബോഡി പെയിനോ അല്ലെങ്കിൽ അത്തരത്തിലൊരു പെയിൻ ഉണ്ടായി നമ്മൾ ചിരിക്കുകയാണോ ചെയ്യണേ? എനിക്ക് മനസ്സിലാവുന്നില്ല. ചിലപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം, അത് പറയാൻ പറ്റില്ല. പക്ഷെ അതിൽ പല ആൾക്കാർക്കും ഇവൻ ചെയ്തത് തെറ്റാണ് എന്നുള്ളത് വന്ന് അതിനകത്തൊരു ചെറിയ പണിഷ്മെൻറ്റ് കൊടുത്തതെന്ന് പറഞ്ഞാൽ ആര്യനെ അടുത്ത ആഴ്ചയിലേക്ക് ഡയറക്റ്റ് നോമിനേഷൻ ചെയ്തു എന്നുള്ളതാണ്. പുറത്ത് നല്ല PR ഒക്കെ കൊടുത്തിട്ട് പോയിരിക്കുന്ന ആൾക്കാർക്ക് വിഷയിൽ വന്നാൽ എന്താ, വന്നില്ലേൽ എന്താ, ഇത് കൂളായിട്ട് അങ്ങ് പോകുന്ന സാധനമാണ്. പക്ഷെ എനിക്കതൊന്നും മറ്റെന്തെങ്കിലും തരത്തിലൊരു പണിഷ്മെൻറ്റ് കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷെ കുറച്ചും കൂടി കെയർഫുൾ ആയിട്ടുണ്ടേനെ അല്ലെങ്കിൽ ആകുമായിരുന്നു എന്നുള്ളതാണ്. അതിന് ഭാഗം അവിടെ കുറച്ച് ഒരു ടാസ്ക് കൊടുത്തു. അതിൽ ഒട്ടും ബഹുമാനമില്ലാത്ത അങ്ങനെ ഒരു സാധനം, ഒരു എഗ്ഗിൻ്റെ ഷേപ്പിലുള്ളൊരു സാധനം തലയിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആര്യന് ലാലേട്ടനെ പോലും ബഹുമാനിക്കുന്നുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് ആര്യൻ്റെ ഭാഗത്തു നിന്നുള്ള ആ ഒരു ചോദ്യം ചെയ്യലിൽ വന്നത്. ഇത് ബാത്റൂമിൽ പോകുമ്പോൾ വെക്കണോ ലാലേട്ട, ഇത് കുളിക്കുമ്പോൾ വെക്കണോ ലാലേട്ട, ഇത് പിന്നെ കിടക്കുമ്പോൾ വെക്കണോ ലാലേട്ട എന്നൊക്കെ. അപ്പോൾ അടുത്തിരുന്ന് ശാരിക കേപ്പ് പറഞ്ഞു കൊടുക്കുന്നത്, എടാ നീ ഒന്നും മിണ്ടാതിരിക്കുക എന്ന് പറയുന്നുണ്ട്. അവൻ ശരിക്കും തിരിച്ച് ലാലേട്ടനെ കളിയാക്കിയതാണോ എന്നുള്ളൊരു സംശയം വരെ തോന്നിപ്പോകുന്ന രീതിയിലാണ് ആളുടെ സംസാരം വന്നിട്ടുള്ളത്. പിന്നെ അനുമോൾ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്, അനുമോൾ വിഷയം ബന്ധപ്പെട്ടിട്ട് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യംസാണ് ഞാൻ മാർക്ക് ചെയ്ത് പോകുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്, ഈ ചൈത്യയും അപ്പാനി ശരത്തും കൂടെ പുറത്തിരുന്നിട്ട് അനുമോൾ എന്തോ കൂടോത്രം ചെയ്തു അന്ന് കാല വീണതിന് ശേഷം ഈ അപ്പാനി ശരത്തിന് തീരെ വയ്യ, ബെഡിൽ നിന്ന് എണീക്കാൻ തോന്നുന്നില്ല, സുഖമില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ശൈത്യം പറയുന്നുണ്ട് എനിക്ക് ഭയങ്കര നെഗറ്റീവ് എനർജിയാണ് ഫീൽ ചെയ്യുന്നതെന്ന്. പക്ഷെ അതിനെ അവിടെ നിന്ന് മെഴുകി വേറെ രീതിയിലാക്കിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ ശരത്തിൻ്റെ കാര്യം വിട്ടേക്കാം. ഈ ശൈത്യ എന്ന് പറഞ്ഞാൽ ശരിക്കും മോന്തിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരുണ്ട് എന്ന് പറയുന്നത് ശരിക്കും ഈ ശൈത്യയുടെ സ്വഭാവത്തിൽ നിന്നാണ് മനസ്സിലാക്കുന്നത്. അനുമോളെ കാണുമ്പോൾ ബെസ്റ്റ് ഫ്രണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് മാറി നിന്ന് ശരിക്കും അനുമോളെ നല്ല രീതിയിൽ കുറ്റം പറയുന്ന ഒരു വ്യക്തിയാണ് ശൈത്യ. കുറ്റം പറയാത്തവരവിടെ ആരുമില്ല എങ്കിൽ പോലും അനു ഭയങ്കര ആത്മാർത്ഥമായിട്ടാണ് ശൈത്യമായിട്ട് ഇടപെടുന്നത്. പക്ഷെ നേരെ ഉൾട്ടയായിട്ടാണ് ഈ ശൈത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു എപ്പിസോഡിലെങ്കിലും ഒരു റിക്വസ്റ്റ് പറയാണ്, ഒരു എപ്പിസോഡിലെങ്കിലും ശൈത്യയുടെ ഈ ഡബിൾ ഫേസ് ഒന്ന് കാണിച്ചു കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. അതേപോലെയുള്ള പല പ്രേക്ഷകരും ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. പിന്നീട് വരുന്നത് അക്ബറിൻ്റെ ഒരു കോമിക്കായിട്ടുള്ള പാട്ടാണെങ്കിൽ അത് നല്ല സാധനമായിരുന്നു. അത് കൊള്ളേണ്ടടുത്ത് കൃത്യമായിട്ട് കൊണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് സത്യമുള്ളത്. ഇനി അതിൻ്റെ റിയാക്ഷൻ എന്താണെന്ന് അടുത്ത വീക്കുകളിലൊക്കെ അറിയാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഈ ഷാനവാസിൻ്റെ ഗെയിം അവിടെ പൊളിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഫയറിങ് അല്ലെങ്കിലും ഷാനവാസിൻ്റെ ഒരു കള്ളത്തിലവിടെ പൊളിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ പറഞ്ഞ പോലെ പ്രൊമോയിൽ ഫയറിങ് ആയിട്ട് തോന്നി, പക്ഷേ എപ്പിസോഡിൽ സിമ്പിളായിട്ട് ആ സാധനത്തിന് കൊടുത്തു എന്നുള്ളത്. എന്നാൽ കണ്ടന്റുകളെല്ലാം കൃത്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുകയും പറയുകയും ചോദിക്കുകയും എടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് കുറച്ചും കൂടെ ഫയറിങ് ആയിരിക്കണമെന്ന് സാധാരണ ബിഗ് ബോസ് കാണുന്ന ഒരു പ്രേക്ഷക എന്ന നിലയിൽ എനിക്കും പലർക്കും തോന്നിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം. പിന്നെ അടുത്ത ആഴ്ച ലാലേട്ടൻ ഉണ്ടാവില്ല, പക്ഷെ ഞാൻ നിങ്ങളെ കാണാൻ ഈ സ്പേസിൽ ഉണ്ടാവില്ല, പക്ഷെ ഞാൻ വരും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലാലേട്ടൻ്റെ സിനിമ വരുന്നുണ്ട് ഓണം പ്രമാണിച്ചിട്ട്, ഹൃദയപൂർവ്വം അത് കാണാൻ നമ്മൾ വെയിറ്റിംഗ് ആണ്. ഒരു പക്ഷേ ലാലേട്ടൻ ഇവിടെ ഉണ്ടാകും എന്ന് ഞങ്ങൾ കരുതുന്നു. അങ്ങനെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്.
ഒപ്പം തന്നെ ഇനിയിപ്പം ഇന്നലത്തെ സൺഡേ എപ്പിസോഡ് വളരെ കുറവായിരുന്നില്ല, ലാലേട്ടനുള്ള ഒരു ടൈം കുറവായിരുന്നു. ബാക്കിയുള്ളത് എപ്പിസോഡിൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ അനുസരിച്ച് പറയുന്നുണ്ട് ഇനി ഞാൻ എൻ്റെ ഗെയിം ചേഞ്ച് ചെയ്യും, ഇവിടെ ഗ്യാങ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇവന്മാരെല്ലാം ഗ്യാങ്ങായിട്ട് നിൽക്കുന്ന ഒറ്റയ്ക്ക് കളിക്കുമെന്ന് പറഞ്ഞിട്ട് 4 പേരെ കൂട്ടത്തോടെയാണ് കൊണ്ടുവരുന്നത്. അത് ഷാനവാസിനെയും അക്ബറിനെയും അനീഷിനെയും ഒക്കെ ഉദ്ദേശിച്ചിട്ടാണ്. എനിക്കിതിൽ ശരിക്കും ഒരു നല്ല ഗെയിമറായിട്ട് ഇന്നലെ വരെയുള്ള ഗെയിം കാര്യങ്ങൾ കാണുമ്പോൾ അഭിലാഷ് ഒരു നല്ല ഗെയിമറാണ്. എനിക്ക് തോന്നുന്നു അഭിലാഷ് പറയുന്ന കാര്യങ്ങൾ പക്ക പോയിന്റാണ്. പല കാര്യങ്ങളും കൃത്യമായിട്ട് പറയുന്നുണ്ട്. ദേഷ്യപ്പെടേണ്ട സ്ഥാനത്ത് ദേഷ്യപ്പെടുന്നുണ്ട്, പക്ഷെ അത് കുറച്ച് ഓവറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനകത്ത് വേറൊരു ഫാക്ടറും കൂടെ ഉണ്ട്. അഭിലാഷ് ആ ദേഷ്യപ്പെട്ട് പറഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ തെറ്റ് മനസ്സിലാക്കി ആരാടാണോ ഓവറായിട്ട് റിയാക്ട് ചെയ്ത് അവർക്ക് ക്ഷമയും പറയുന്നുണ്ട്. അത് അങ്ങനെ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. ഇതൊരു ഷോയാണ്, അതിനകത്തുള്ളിൽ പ്രകടിപ്പിക്കേണ്ട കാര്യങ്ങൾ അതിനുള്ളിൽ പ്രകടിപ്പിച്ച് തന്നെ പറ്റുള്ളൂ. പക്ഷെ എല്ലാ കാര്യത്തിനും കൃത്യമായിട്ടൊരു നിലപാടെടുക്കുന്ന ഒരു വ്യക്തി അഭിലാഷ് മാത്രമാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ അഭിലാഷ് പറയുന്നുണ്ട് ഓരോ ഗെയിം വരുമ്പോഴും എപ്പോഴും ജിസേൽ, ആര്യൻ, അക്ബർ എന്നുള്ള രീതിയിലേക്ക് മാറുകയാണ്. ബാക്കിയുള്ളവരെ ഒന്നും ഉൾപ്പെടുത്തുന്നില്ല. ഇവർ പോയാൽ തിരിച്ച് റിസൾട്ട് ഉണ്ടാകും എന്ന് കരുതുന്നുണ്ട്, പക്ഷെ മറ്റുള്ളവർക്ക് സ്പേസ് കൊടുക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ അതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇവർക്ക് സ്പേസ് കൊടുത്താൽ ഇവർ നന്നായിട്ട് പെർഫോം ചെയ്യുന്നവർ ണം എന്നുള്ളത് ഇവരുടെ ഉത്തരവാദിത്തമാണ്. 2, എപ്പോഴും ഒന്നും ഇവരെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ല. എല്ലാ ഗെയിംസും ഇവർ ജയിപ്പിച്ച് കൊണ്ടുവന്നിട്ടില്ല, അത് നമുക്കറിയാലോ. ഈ ടാസ്കിൽ പണിപ്പുര ടാസ്കിൽ ഇവരൊന്നും ജയിച്ച എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നിട്ടില്ല, എല്ലാ ഗെയിം കളിച്ചിട്ടില്ല. അതിലാണല്ലോ പ്രധാനപ്പെട്ട കാര്യമാണ് ആര്യൻ്റെ മൊട്ടയടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പം അങ്ങനെയുള്ള അവസരത്തിൽ ഇവർക്കും ഒരു ചാൻസ് കൊടുക്കാം എന്നുള്ള ഒരു പക്ഷം കൂടിയുണ്ട്. എന്നിരുന്നാലും തുടർന്ന് വരുന്ന ആഴ്ചയിൽ ഇവർ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് എടുത്ത് പ്രതികരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പം പിന്നീട് വരുന്നത് അക്ബറിൻ്റെ ഒരു ദേഷ്യവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അക്ബറിനെ കൺഫെഷൻ റൂമിൽ വിളിച്ചിട്ട് അക്ബറിൻ്റെ ഉമ്മ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അയാൾ വീണ്ടും ഇമോഷണലി വീണ്ടും ഡൗൺ ആകാനുള്ള സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഉമ്മ വിളിച്ചിട്ട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, മോനെ ഞാൻ നിന്നെ ഇങ്ങനെയാണോ വളർത്തിയത് എന്നുള്ളൊരു സാധനം, നീ പുറത്ത് ഇങ്ങനെ അല്ലായിരുന്നല്ലോ എന്നുള്ളൊരു സാധനം. അപ്പം ശരിയാണ്, അത് പുറത്ത് നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ടുള്ള ഒരു ക്ലൂ ആണ് അവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പം നമ്മളിങ്ങനെയാണ് ചിന്തിച്ചത്, അവിടെ അക്ബർ ആ രീതിയിൽ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. കേൾക്കുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാകും ഇത് നെഗറ്റീവായിട്ട് ഉണ്ടായിട്ടുണ്ട്, നീ ശ്രദ്ധിക്കണം എന്നുള്ള സാധനമാണ് ഉമ്മ കൊടുത്തത്. അതിൻ്റെ ഇടയ്ക്ക് ഉമ്മ ഒരു കാര്യം പറയുന്നുണ്ട്, നീ നന്നായിട്ട് കളിക്കുന്നുണ്ട് എന്നുള്ള സാധനം, പക്ഷെ അത് പൂർണ്ണമായിട്ടും കാണിക്കുന്നില്ല, അത് കട്ടാക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ആ കോളിൽ പല ഭാഗങ്ങളും കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചധികം കാര്യങ്ങൾ അവർ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം. എന്നിരുന്നാലും ആ കോള് ഒരു റീതിങ്കിനുള്ളൊരു സോഴ്സായിട്ടാണ് ഞാൻ കരുതുന്നത്. അടുത്ത ആഴ്ചയെങ്കിലും കുറച്ചും കൂടെ ഈ ദേഷ്യമൊക്കെ കൺട്രോൾ ചെയ്ത് അക്ബർ മുന്നോട്ട് പോകും, നല്ല ഗെയിം ഉണ്ടാകുമെന്ന് കരുതുന്നു. അനുമോളാണെങ്കിലും നിലവിൽ ഇന്നത്തെ പ്രമോ കാണുമ്പോൾ അനുമോളുടെ ഒരു ഫോട്ടോ കത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു സാധനം കാണുന്നത്. അനുമോൾ പൊതുവേ കരച്ചിലാണ്, എങ്കിലും കൂടുതൽ കരയുന്നുണ്ട്. എൻ്റെ ഫോട്ടോ ആദ്യമായിട്ടാണ് ഒരു വ്യക്തി കത്തിക്കുന്നത് എന്നുള്ളത്. അത് ശരിയാണ്. നമ്മളിൽ പലർക്കും, അല്ലെങ്കിൽ നമ്മൾ രാഷ്ട്രീയപരമായിട്ട് ചിന്തിക്കുകയൊക്കെ ആണെങ്കിൽ ഏറ്റവും മോശം അവസ്ഥയിലാണ് ഒരു വ്യക്തിയുടെ കോലം കത്തിക്കുക, ഒരാളുടെ ഫോട്ടോ കത്തിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതൊരു ഭയങ്കരമായിട്ടൊരു എന്താണ് ടാസ്ക് എന്ന് നമുക്ക് ഇന്ന് എപ്പിസോഡ് കണ്ടാൽ അറിയുള്ളൂ. എങ്കിൽ പോലും അതൊരു ഭയങ്കര മോശം ഒരു സിറ്റുവേഷനാണ്. ഇമോഷണൽ ഒരാളെ തളർത്താൻ ഇതിൽ കൂടുതൽ വേറെ എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. എന്തായാലും ഒന്ന് റിഫ്രഷ് ആയിട്ടുണ്ട് 2 എപ്പിസോഡുകൾ കൊണ്ട്, സാറ്റർഡേ സൺഡേ എപ്പിസോഡ് കൊണ്ടൊന്ന് റിഫ്രഷ് ആയിട്ടുണ്ട്. എല്ലാവരും വീണ്ടും ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലേക്ക് എടുത്ത് നല്ല രീതിയിൽ കളിച്ചാൽ കൊള്ളാമെന്നുള്ളത്. പക്ഷേ ഒന്നിനും അല്ലാത്തിരിക്കുന്ന ഒരു വ്യക്തി അവിടെ ഉണ്ട്, രേണുസുതി. ആരെങ്കിലും കാണുന്നുണ്ടോ എന്നോ എനിക്കറിയാം. നിങ്ങൾ ആരെങ്കിലും രേണുസുതിയെ കാണുന്നുണ്ടോ? എന്താണ് അവസ്ഥ? ഞാൻ കാണുന്നില്ല, എന്തായാലും ലൈവിലും കാണുന്നില്ല, എപ്പിസോഡ്സിലും കാണുന്നില്ല, പുള്ളിക്കാരുടെ കണ്ടന്റ് ഒന്നും വരുന്നില്ല. അടുത്ത തവണയെങ്കിലും പ്രേക്ഷകരോടാണ് എൻ്റെ റിക്വസ്റ്റ്, എലിമിനേഷനിൽ വരുന്ന ആൾക്കാരെ കൃത്യമായിട്ട് ഗെയിം കളിക്കുന്ന ആൾക്കാരെയും സേഫ് ഗെയിം കളിക്കുന്ന ആൾക്കാരെയും കുശാല ബുദ്ധിയുള്ള ആൾക്കാരെയും ഒരാളെ മുന്നിൽ നിന്ന് പിന്നിൽ കളിക്കുന്ന വ്യക്തികളെയും അങ്ങനെയുള്ള ആൾക്കാരെ തിരിച്ചറിഞ്ഞ് നിങ്ങൾ കൃത്യമായിട്ട് വോട്ട് കൊടുത്തിട്ട് ഒന്ന് ഗെയിമിനെ നല്ല രീതിയിൽ തിരിച്ചുവിടുക. പിന്നെയുള്ളത് വൈൽഡ് കാർഡാണ്. ഈ തവണ 7ൻ്റെ പണി ആയതുകൊണ്ട് തന്നെ 7 വൈൽഡ് കാർഡ്സ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവരുടെ വരവിനായിരിക്കും നമുക്ക് വീണ്ടും കാത്തിരിക്കാം. വീണ്ടും നാളെ BB ടോക്സ് ആയിട്ട് കാണാം. 25 കാറുകൾ, 30 സ്കൂട്ടറുകൾ, 30 ഗോൾഡ് കോയിൻസ്, 60 ഇന്റർനാഷണൽ ട്രിപ്സ്, ദിവസേന 1 ലക്ഷം രൂപ.
25 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായി മൈജി ഓണം മാസോണം. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദി നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മേഡ്.